നമസ്കാരം. കേരളത്തിൽ ഇൻവെസ്റ്റ് ഇൻ കേരള ഗ്ലോബൽ സമ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതോടെ ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. കൃഷ്ണ ഉള്ള ഒരു ഗ്രൂപ്പാണ് കേരളത്തിൽ ഒരുപാട് കോടി രൂപ ചെയ്യുന്നുണ്ട്. ആസ്റ്റർ മെഡിസിറ്റി ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വർഷം മുമ്പേ പ്രഖ്യാപിച്ചതാണ്. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കേരളത്തിൽ വരുന്നതും അവർ ഒരുപാട് ഇതിലിവിടെ ക്യാഷ് ഇറക്കുന്നതും അതെല്ലാം ഒരു വർഷം മുമ്പേ നടന്നതാണ്. ഈ ഇൻവെസ്റ്റ്മെന്റ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ആസ്റ്റർ ആയാലും ലുല്ലു ആയാലും എല്ലാവരും ആൾറെഡി ചെയ്ത ആൾക്കാരാണ്. വിഴിഞ്ഞം പ്രോജക്റ്റ് ആയാലും അദാനി ഗ്രൂപ്പിന്റെ അതൊക്കെ ആരുടെ ഉള്ളതാണ്. ഒരു ഇൻവെസ്റ്റ് മീറ്റ് നടന്ന സമയത്ത് ഇതൊക്കെ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. സാധാരണ ആൾക്കാരെ സംബന്ധിച്ചോളം ഞാൻ പറയുകയാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇതെൻ്റെ ഒരു കടയാണ്. ഏകദേശം ഇത് നമ്മൾ വേറെ ആളിൽ നിന്ന് വാങ്ങിയതാണ് 4-5 ലക്ഷം രൂപ കൊടുത്തിട്ട്. അതിനുശേഷം നമ്മളിത് അതിനകത്ത് കട വയ്ക്കുകയായിരുന്നു ഇത്. അപ്പോൾ ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ് ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത്. ഏറ്റവും അവസാനം ഇരുമ്പിൻ്റെ വരെ ഇപ്പം നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കുന്ന വളരെ തുച്ഛമായ കാശിനാണ്. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞ ഇരുമ്പിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ അവസാനം അതിനകത്ത് കുറച്ച് വർക്ക് ചെയ്യണം. ഒരു 15,000-16,000 രൂപയ്ക്ക് പുറത്ത് നമുക്കായി. അത്രയും രൂപ പോലും നമുക്ക് ആ വാടകയ്ക്ക് അന്ന് കിട്ടത്തില്ല. അവരുടെ ഈ വാടകയ്ക്ക് ഇരിക്കുന്ന നിർദ്ദേശപ്രകാരം ഇരുമ്പിൻ്റെ കുറച്ച് അവർക്ക് പാർട്ടീഷൻ വേണമെന്നുകൊണ്ട് ചെയ്തു കൊടുത്താണ്. ആ ക്യാഷ് നമ്മൾ അന്ന് ഇറക്കിയ ക്യാഷ് പോലും ഈ വാടക ഇനത്തിൽ കിട്ടത്തില്ല. കാരണം അത്രയ്ക്ക് തുച്ഛമായ വാടകയ്ക്കാണ് പോകുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ കാണുന്ന വീഡിയോയിലെ പ്രശ്നമാണ്. ഇവിടുത്തെ ഓട്ടോക്കാർ നമ്മളെ അവിടെ കിടക്കാൻ സമ്മതിക്കത്തില്ല, ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയാണ്. സോ എന്ത് ചെയ്യാനാണ്? ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിൽ ആരെങ്കിലും ബിസിനസ് ചെയ്യണം അല്ലെ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ അത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത്ര ക്യാഷ് വേണം, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം. അതെല്ലാണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണ ആൾക്കാരെ സംബന്ധിച്ചോളം കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുക അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയിട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നേരായ വഴിയാണ് ഞാനീ പറഞ്ഞത്. അല്ലാത്ത കള്ളപ്പണം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ശരിക്കും എന്തുവേണോ ചെയ്യാം. ഇവിടെ ഒന്നൊരു വിഷയമല്ല കേരളത്തിൽ. നമുക്കറിയാം, CA2 കഴിഞ്ഞ ഒരു ദിവസം മലപ്പുറത്തൊരു പാവപ്പെട്ടവൻ്റെ ബിസിനസ് തകർത്തു. അവരുടെ കൂലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം, ഈ CA2കാരെയൊക്കെ നമ്മൾ പിടിച്ച് ദുബായിലോ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു വിടുക. അപ്പോൾ മനസ്സിലാവും ശരിക്കും എങ്ങനെയാണ് അധ്വാനത്തിൻ്റെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് തന്നെ ഈ ഓട്ടോക്കാരുടെ പ്രശ്നം. ഞാൻ മടുത്തു. ഞാനും വിട്ടു, സത്യം പറഞ്ഞാൽ. അതിൻ്റെ മുകളിൽ ഒരു ഫ്ലെക്സിന് വെക്കണം ഇവർ. കാരണം നമ്മുടെ കടയൊക്കെ നിർത്തി നമ്മളും പോകാവുന്ന രീതിയിൽ. അതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്നത് ഇപ്പം ഭരിക്കുന്ന ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ നടത്താൻ പറ്റും. ഞാൻ ആലോചിക്കും, ഉമ്മൻചാണ്ടി സാറൊക്കെ ഉള്ള കാലത്ത് നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് ചെല്ലാൻ ഒരാളുണ്ട്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞാൻ 100% പറയാം. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിന്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതാണ് എനിക്ക് തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് രജിസ്ട്രേഷനോട് ബന്ധപ്പെട്ട്. ഞാൻ എത്ര തവണ ഇപ്പോഴത്തെ CM-ന്, ഹെൽത്ത് മിനിസ്റ്ററിന് ആക്കൊക്കെ മെസ്സേജ് അയച്ചു. ഒരു കാര്യമില്ല. ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രശ്നം ഉണ്ടാവാതെത്തിയാണ്. ഞാനീ പറയുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും. അവർക്ക് എത്രത്തോളം ഉപയോഗം പഴയ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്ത് ഈ ഗവൺമെൻറ് ശരിക്കും നമ്മൾ സാധാരണക്കാരെ സമയത്തോളം എത്താൻ പറ്റാത്ത തരത്തിലുള്ളൊരു ഗവൺമെൻറ്റാണ്. ഇപ്പോൾ നമുക്കറിയാം, ആശാ വർക്കർ 7,000 രൂപയ്ക്കാണ്, തുച്ഛമായ 7,000 രൂപയ്ക്ക് പാവപ്പെട്ടവർ കോവിഡ് വാരിയേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വന്ന സമ്മാനങ്ങൾ കൊടുത്തായിരുന്നു, അവാർഡുകൾ കൊടുത്തായിരുന്നു. പക്ഷേ എന്താണ് അവസ്ഥ എന്ന് പറയുന്നത്? ഒന്നുമില്ല. 7,000 രൂപയ്ക്കിട്ട് അവരായിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. മന്ത്രിമാർക്കും അവരുടെ ശിങ്കിടികൾക്കും ഭാര്യമാർക്കൊക്കെ ഇവിടെ നല്ല ജോലിയാണ്. സെക്രട്ടറിമാർക്ക് ബ്രാഞ്ച് സെക്രട്ടറി ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ സഹകരണ സംഘം തൊട്ട് എല്ലായിടത്തും അവരുടെ ആൾക്കാരെ പിടിച്ചിരുത്തുകയാണ് അവർ. ഒന്നും പറയാനില്ല. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ അവസ്ഥ. നമ്മുടെ പകൽക്കൂറിലും ഈ കടയുടെ ഫ്രണ്ടിൽ എന്തുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കുന്നില്ല അല്ല ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം ഇവരുടെ ആൾക്കാരാണ്. പഞ്ചായത്ത് ഭരിക്കുന്നത് ഇവർ, ഓട്ടോറിക്ഷ സ്റ്റാൻഡുള്ളവർ. ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻഡിന് അവിടെ അനുമതിയില്ല. ഈ ഓടുന്നവർക്ക് പെർമിറ്റ് ഇല്ല. ഇവരാരും നമ്മൾ ഈ പറയുന്ന മീറ്റർ ഉപയോഗിച്ചിട്ടല്ല ഓടുന്നത്. അവർ തോന്നുന്ന കാശാണ് എല്ലാവരും വാങ്ങുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് കേരളം. എന്തായാലും ഒരു വർഷവും കൂടെ ഞാൻ കേരളം സഹിക്കും. അത് കഴിഞ്ഞാൽ കേരളം വിടും. ഇതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ നിന്നിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. ഇന്നത്തെ യൂത്തിനോട് ഞാൻ പറയുകയാണ്, 100% പറയണം. ഒരു കാര്യമില്ല. അതിപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വേണമെങ്കിൽ പറഞ്ഞു തരാം. കാരണം PG സ്റ്റൈഫൻഡ് കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സ്റ്റൈഫൻഡ് ഉള്ളത് കേരളത്തിലാണ്. 55 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ പറ്റിക്കുകയാണ്. കാരണം അതിൻ്റെ ഇരട്ടി ക്യാഷ് നമ്മളിവിടെ MD എക്സാമിന് ശേഷം 10,000 കൊടുക്കണം. ആൻഡ് അതൊക്കെ തന്നെ ഈ പറയുന്ന ആനുവൽ ഫീ എന്ന് പറയുന്നത് ഒരു കേരളത്തിൽ PG എന്നൊരു വ്യക്തി 80,000 രൂപയ്ക്ക് പുറത്ത് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു? ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ഒരു കേരളത്തിൽ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ യൂത്തിനോട് പറയണം ഒരു കാരണവശാലും ചെയ്യരുത്, കേരളം വിട്ടുപോവുക. കേരളം വിട്ടുപോയി വേറെ ഏത് സംസ്ഥാനത്ത് പോയി കാശുണ്ടാക്കി അവിടെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം. ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു തരാം. ഒരു കാർ മേടിക്കുക നമ്മൾ, അതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് കാർ, ഇപ്പം ഞാനിപ്പോൾ ഇലക്ട്രിക് കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഇലക്ട്രിക് കാർ മേടിക്കുമ്പം ഇന്ത്യയിൽ എങ്ങും ഇല്ലാത്ത ടാക്സ് ആണ് കേരളത്തിൽ. ഇത്രയും ടാക്സ് എനിക്ക് മാത്രം ഇലക്ട്രിക് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണം. പൊടിയൊക്കെ നമുക്കറിയാം, പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുമല്ല നമുക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മാക്സിമം കുറച്ചാൽ മാത്രമേ നമുക്ക് വേറൊരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലും കേരളത്തിന് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയാണ്. ഇപ്പം കുറ്റം പറയേണ്ട കാര്യമില്ല, ശരിക്കുമുള്ള കാര്യം പറഞ്ഞാണ്. ഇതിൻ്റെ താഴെ എന്നെ ചെയ്തു വെച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ദാറ്റ്സ് ഇറ്റ്.